ലഷ്കർ ഇ തയ്യബ കമാൻഡർ ഫറൂഖ് അഹമ്മദിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് NIA. ഇയാൾ പാക് അധീന കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം ഒരു ദൗത്യവും അകലെയല്ലെന്നും അത്ര വിശാലത ഒരു കടലിനും ഇല്ല എന്ന അടിക്കുറിപ്പുമായി പടക്കപ്പലുകളുടെ ചിത്രം നാവികസേന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ബൈസരൻ താഴ്വരയിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് പ്രധാന പങ്കാളിയെന്നാണ് NIA കണ്ടെത്തൽ. കശ്മീരിലെ കുപ്വാര സ്വദേശിയായ ഫാറൂഖ് അഹമ്മദ് പാക് അധീന കശ്മീരിലെ ഒളിത്താവളത്തിൽ ഇരുന്നാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് വിവരം. കുപ്വാരയിലെ ഇയാളുടെ വീട് തകർത്ത ഏജൻസികൾ നിരവധി കൂട്ടാളികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ആശങ്കയിൽ ബുക്കിംഗുകൾ റദ്ദാക്കിയ വിനോദസഞ്ചാരികൾക്ക് ക്യാൻസലേഷൻ ചാർജ് ഉൾപ്പെടെ മുഴുവൻ തുകയും തിരികെ നൽകണമെന്ന് ജമ്മു കശ്മീർ സർക്കാർ നിർദ്ദേശം നൽകി. ഹോട്ടൽ ഉടമകൾക്കും ട്രാവൽ ഏജന്റുമാർക്കും ബോട്ടുടമകൾക്കും ഉൾപ്പെടെയാണ് ഈ നിർദ്ദേശം നൽകിയത്. അതേസമയം അതിർത്തി മുറിച്ചു കടന്നു എന്നാരോപിച്ച് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണം സഹുവിന്റെ ഭാര്യ രജനി ഉന്നത BSF ഉദ്യോഗസ്ഥരെ കാണാനായി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ എത്തി. അതിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ നാവികസേന പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു. ഒരു ദൗത്യവും അതിവിദൂരമല്ല, ഒരു കടലും അതിവിശാലമല്ല. ഇത് നാവികസേനയുടെ മാത്രം അടിക്കുറിപ്പല്ല, പാകിസ്ഥാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ്. മിന്നലാക്രമണത്തിൽ കരസേനയും ബലാക്കോട്ടിൽ വ്യോമസേനയും ഏറ്റെടുത്ത് നടപ്പാക്കിയ തിരിച്ചടി ദൗത്യങ്ങൾ ഇത്തവണ നാവികസേന നടപ്പാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അനന്ത്നാഗിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.